ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടൊരു വഴുതനങ്ങ അല്ലെങ്കിൽ കത്രിക്ക ഫ്രൈ എന്നൊക്കെ പറയും. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള കത്രിക്ക അല്ലെങ്കിൽ വഴുതന എന്നൊക്കെ പറയല്ലേ, അതാണ് ഈ വലുപ്പത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. കോഴി ഇടുകയാണ്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് ഇട്ട് കൊടുക്കാം. ഇത് 2 സ്പൂണാണ് ഞാൻ ഇടുന്നത്. 2 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് എല്ലാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഈ 1 സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഇത്രയും കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് നാരങ്ങാനീര് എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. മസാല ഇച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഒരു 20 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് വഴുതനങ്ങ നന്നായിട്ട് ഇതിന്റെ മസാല ഇതെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓരോ വഴുതനയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വഴുതനങ്ങ ഫ്രൈ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇനി ഇതിന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കണം, എന്നാൽ ഇതിന്റെ ഉള്ളിൽ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. ഇതുപോലെ എല്ലാം ഒന്ന് മറിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഈ ഒരു പരുവത്തി വന്നിട്ടുണ്ട്. ഇപ്പം ഒരുമാതിരി നന്നായിട്ട് മുരിഞ്ഞ് ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വഴുതനങ്ങ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോലും കഴിച്ചു പോകും. അതുപോലെ ടേസ്റ്റാണ് ഇതിന്. ഇപ്പം നല്ല രുചികരമായ രീതിയിലാണ് നമ്മൾ നമ്മുടെ കത്രിക്ക അല്ലെങ്കിൽ വഴുതനങ്ങ ഫ്രൈ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഫ്രൈ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും എൻ്റെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്